ഞാൻ സ്വർണ്ണ നികുതി വർദ്ധിപ്പിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കേൾക്ക്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വരുന്ന സ്വർണ വ്യാപാരത്തിന്റെ നികുതി കിട്ടുന്നില്ല. സമാന്തരമായി ഒരു സ്വർണ്ണ വ്യാപാരം നടക്കുന്നു. അത് എന്റെ വകുപ്പിന്റെ ജോലിയാണ്, ധനകാര്യ വകുപ്പിന്റെ ജോലിയാണ്. അത് നല്ല ടാക്സ് ഡ്രൈവ് നടത്തി ഈ സ്വർണത്തിന്റെ അകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരിക. അതിപ്പോ നടത്തുന്ന വ്യാപാരികളല്ല, അതിന് സമാന്തരമായി ഇപ്പോഴത്തെ വ്യാപാരികളുടെ വരെ ബിസിനസ് കുറയുകയാണ്. കാരണം ടാക്സ് ഇല്ലാതെ ബിസിനസ് നടത്തുകയാണ്, സമാന്തര വ്യവസായം നടക്കുകയാണ്. ആ സമാന്തര വ്യവസായത്തെ ഞങ്ങൾ നേരിട്ട് അത് GST വകുപ്പിന്റെ, ഞങ്ങളുടെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയാണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സംശയം എന്താ? ഒരു സംശയം വേണ്ട. അത് പ്രഖ്യാപിച്ചല്ലോ, നിങ്ങൾ കേൾക്കായിരുന്നിട്ടാണ്. ശബരിമല ഇല്ലേ, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം 4 ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പൈസ ഒന്നും വേണ്ട. അതറിയാൻ പാടില്ലേ? അതൊക്കെ പൈസ തരാൻ ആളുകളുണ്ടാവും, ഭക്തരായിട്ടുള്ള ആളുകളുണ്ടാവും, ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. തിരുപ്പതി മോഡലുള്ള പ്രോജക്റ്റ് ഗവൺമെന്റ് ദേവസ്വം ബോർഡുകളൊക്കെ ആയിട്ട് ആലോചിച്ച് അത് ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കും. അത് സർക്കാർ ജനങ്ങളടയ്ക്കുന്ന നികുതി പണം കൊണ്ടല്ല ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കുന്നത്. അതല്ലാതെ പണം വരും, അല്ലാതെ പണം ഉണ്ടാക്കി ഇതെല്ലാം ചെയ്യാം. എന്നിട്ട് പിൽഗ്രിം ടൂറിസം പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇപ്പൊ ശബരിമലയിൽ വന്നതിന്റെ ഇരട്ടി ആളുകളെ ശബരിമലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൊട്ടിയൂര് തന്നെ ലക്ഷങ്ങൾ വരുവാണ്, ഗുരുവായൂര് വരുവാണ്. ഇപ്പൊ വരുന്നതിന്റെ 3 ഇരട്ടി ആളുകൾ വരും. അവർ സ്റ്റേറ്റിൽ വന്ന് സ്പെൻഡ് ചെയ്യും, സ്റ്റേറ്റിൽ പല സ്ഥലത്തും പോവും. അങ്ങനെയാണ് ഇക്കോണമിയെ ശക്തിപ്പെടുത്തുന്നത്, പല വഴികളിലൂടെ. അല്ലാതെ ഈ പഴയ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ കേരളം രക്ഷപ്പെടില്ല. താങ്കൾ എന്നോട് ചോദിച്ചു നികുതി വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയില്ലെന്ന്. ഈ പദ്ധതികളെല്ലാം കേരളത്തിന്റെ നികുതിയിൽ ഗണ്യമായ വർധനവുണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, അടുത്ത വർഷം ഞാൻ ഇവിടെ ഇരിക്കില്ലേ? അല്ല, നികുതി വർധനവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്, ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്, പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഏവിയേഷൻ ഹബ്ബ് ഉണ്ടാക്കുന്നത്, MSME ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാ. ഞങ്ങൾ ഈ വാചകം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇക്കോണമിയെ, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചല്ലാതെ വരുമാനം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം മാധ്യമ പ്രവർത്തകർ കൂടി, നമ്മൾ അതുകൊണ്ടല്ലേ വൈറ്റ് പേപ്പർ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്. ഈ സംസ്ഥാനത്തിന് ഒരു 100 രൂപ വരുമാനം ഉണ്ടായാൽ 77 രൂപ കമ്മിറ്റഡ് എക്സ്പെൻസ് ആണ്. എന്താണ്? സാലറി, പെൻഷൻ, പലിശയാണ്. കിഫ്ബിയുടെ ഒക്കെ ചോദിച്ചില്ല, കിഫ്ബിയുടെ ഒക്കെ പലിശ എത്രയാണ്? പലിശ അൾട്ടിമേറ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട് ഒരു 100 രൂപയിൽ കിട്ടുന്ന വരുമാനത്തിൽ ചെലവാക്കാൻ? നേരത്തെ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ്മെന്റ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. 100 രൂപയുടെ 77 രൂപയും കമ്മിറ്റഡ് എക്സ്പെൻസ് ആയിട്ട് പോയിട്ട് ബാക്കി 23 രൂപ അതുകൊണ്ട് വേണം വേറെ വെൽഫെയർ പ്രോജക്റ്റ് നടത്താൻ, റോഡ് പണിയാൻ, പാലം പണിയാൻ, വേണ്ടേ? ഒരുപാട് വെൽഫെയർ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെന്റിന് സർക്കാരിന്റെ കയ്യിൽ എവിടെയാണ് പണം? ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് UDFന്റെ പ്രത്യേകത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.